PC ഹിൻസൺ ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോസാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി ഇരുന്ന് കാണുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയായി മാറും. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന് മേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ, പോർച്ചുഗീസുകാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, കുഞ്ഞാലിമരയ്ക്കർ മൂന്നാമനാണ്. അടുത്തത്, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയുണ്ടായ ഉടമ്പടി ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയുണ്ടായ ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ആദ്യത്തേത് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. അടുത്തത് കാനിങ് പ്രഭുവിൻ്റെ തീരുമാനമനുസരിച്ച്. മൂന്നാമത് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇതിൽ ചോദ്യം മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ, 1, 3 ശരിയായിട്ടുള്ള വസ്തുതകൾ. ഏതാണ് 1, 3? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. 3 കാനിങ് പ്രഭുവിൻ്റെ തീരുമാനമനുസരിച്ചാണ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി, ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അടുത്തത്, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏത് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് വായിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ഓപ്ഷൻ, ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ, രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. മൂന്നാമത്തെ ഓപ്ഷൻ, 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. നാലാമത്തെ, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇതിൽ ചോദ്യം ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം വായിക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതാണ്? 2 ഏതാണ്? രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്തത്, എട്ടാമത്തെ, ലണ്ടൻ മിഷൻ സൊസൈറ്റി തന്നിട്ടുണ്ട് അല്ലേ, LMS തന്നിട്ടുണ്ട്. 2 ചർച്ച് മിഷൻ സൊസൈറ്റി തന്നിട്ടുണ്ട്, CMS തന്നിട്ടുണ്ട്. അടുത്തത്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അതായത് BEM തന്നിട്ടുണ്ട്. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ, 3 മാത്രം. ഏതാണ് 3 മാത്രം? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അല്ലെങ്കിൽ BEM ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ സി, 3 മാത്രമാണ്. അടുത്തത്, അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, തിരുവനന്തപുരമാണ്. അടുത്തത്, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ് എന്നുള്ളതാണ്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ് എന്നുള്ളതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, അഞ്ചുതെങ്ങ് കലാപം. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ്? ഓപ്ഷൻ ഡി, അഞ്ചുതെങ്ങ് കലാപം. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, 4 മാത്രമാണ്. കലാപകാരികൾ എഞ്ചിലോ കോട്ട പിടിച്ചെടുത്തു. ഇതാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന. അടുത്തുള്ള ക്വസ്റ്റ്യൻ നോക്കാം. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, തലശ്ശേരി. വീരകേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ എന്നുള്ളതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ, പഴശ്ശിരാജയാണ്. അടുത്തത്, പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് ആരാണ് എന്നുള്ളതാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സർദാർ KM പണിക്കരാണ്.
അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, MT വാസുദേവൻ നായർ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാവുന്നതാണ്. ഇത് ഓരോ പരീക്ഷകൾക്കും ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പരീക്ഷകൾക്കും ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ഏതാണ് എന്നുള്ളതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, അഞ്ചരക്കണ്ടിയിലാണ്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊരു പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ആദ്യത്തെ ഓപ്ഷൻ തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി. അതുപോലെ തന്നെ രണ്ടാമത്തെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. മൂന്നാമത്തെ രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളുമായി തരംതിരിച്ചു. നാലാമത്തെ തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ, 3 മാത്രമാണ്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വേലുത്തമ്പി ദളവിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് എന്നുള്ളതാണ് 19ാമത്തെ. ഓപ്ഷൻ എ ആണ് ആൻസർ, കേണൽ ലീഗറാണ്. അടുത്തത് കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ് എന്നുള്ളതാണ് 20ാമത്തെ. ഓപ്ഷൻ ബി ആണ് ആൻസർ, 1809 ആണ്. അടുത്ത 21ാമത്തെ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് 21ാമത്തെ. ഓപ്ഷൻ ബി ആണ് ആൻസർ, റാണി ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. ഇമ്പോർട്ടൻ്റ് ആണ്, റാണി ഗൗരി ലക്ഷ്മിബായി. അടുത്ത 22ാമത്തെ. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. ഏതാണ് 22ാമത്തെ ആൻസർ? ഓപ്ഷൻ ബി ആണ്, സ്വാമി വിവേകാനന്ദൻ. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏതാണ് എന്നുള്ളതാണ് 23ാമത്തെ. ഓപ്ഷൻ സി ആണ്, ചാനാർ ലഹളയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്